പി നേതാവ് തന്നെയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾക്ക് സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന കേസിന്റെ മുഴുവൻ ഡീറ്റെയിൽസും അറിയാവുന്നയാളാണല്ലോ. ഇതിലിപ്പോൾ ഈ സത്യവാങ്മൂലം തിരുത്തുക എന്നുള്ളത് എത്രത്തോളം പ്രായോഗികമായ ഒരു കാര്യമാണ്? ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതിൽ നിന്ന് ഇത് തന്നെയല്ലേ നമുക്ക് അനുമാനിക്കാവുന്നത്? ഈ ഒരു വിഷയം മാത്രമല്ലേ ഉള്ളൂ, ഈ സ്ത്രീ പ്രവേശന വിഷയത്തിൽ നിലപാട് തിരുത്താൻ പോകുന്നു, അതിന് നിയമോപദേശം തേടിയിരിക്കുന്നു എന്ന്. ഇപ്പോൾ ഇതൊരു സാങ്കേതികവും നിയമപരമായ തടസ്സമുണ്ടെങ്കിൽ പോലും ആ ഒരു സന്ദേശം നൽകുകയല്ലേ വിശ്വാസികൾക്കിടയിലേക്ക്, ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്, അവിടെ യുവതികൾക്ക് പ്രവേശനം നൽകില്ല, അതാണ് ഞങ്ങളുടെ നിലപാട് എന്ന്. ശ്രീ മഞ്ജുഷ്, 3 കാര്യങ്ങൾ. ഒന്ന്, ശ്രീധരൻപിള്ള സാറ് സുവർണാവസരം എന്ന് പറഞ്ഞത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അദ്ദേഹം മറ്റൊരു കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്. BJP-യിലുള്ളതിലും നമ്മുടെ നാട്ടിലുള്ളതിലും ഏറ്റവും മതസൗഹാർദ്ദവാദിയായ, എല്ലാരെയും ഒരുമിച്ച് നിർത്തുന്ന ഏറ്റവും പക്വതയുള്ള നേതാക്കളൊന്നാണ് ശ്രീധരൻപിള്ള സാർ. അദ്ദേഹത്തിന്റെ ഒരു വാക്കിനെ സന്ദർഭത്തിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും അടർത്തി മാറ്റി അതിനെ വക്രീകരിക്കുന്നത് ഒരുപാട് കാലമായി തുടരുന്ന ഒരു കാര്യമാണ്. അത് ശരിയല്ല, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ശരിയല്ല. 2, ശബരിമലയ്ക്ക് വേണ്ടി പോരാടിയവരിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരില്ലേ? ഉദാഹരണം CPM-നെ പത്മകുമാർ സാർ, അദ്ദേഹത്തിന്റെ അത്രയും വേദന ആ സമയത്ത് എടുത്ത മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആലങ്കാരികമായിട്ടൊന്നും പറയില്ല. ആ മനുഷ്യൻ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം, രജി സാറിനൊക്കെ പോയി ചോദിക്കാം. ഈ വിധി വന്ന് അടുത്ത ദിവസം പുള്ളി ഒരു മുറിയിൽ അടച്ചിരുന്ന് വൈകിട്ടാണ് വെളിയിൽ വന്നത്. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടി വന്നത്. ഇനിയും കോൺഗ്രസിൽ നിന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ, കുമ്മനം ചേട്ടൻ, അല്ലെങ്കിൽ കാവ്യ ധരിക്കാത്ത സന്യാസി എന്ന് ഒരുപക്ഷെ എല്ലാവരും അംഗീകരിക്കുന്ന ശ്രീ കുമ്മൻ രാജശേഖരനെ പോലൊരു വ്യക്തി, ശ്രീ സുരേഷ് ഗോപി, അല്ലെങ്കിൽ ഒരുപാട് പേർ, പെട്ടെന്ന് 3 പാർട്ടിയിലെ ആളെ പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാ പാർട്ടിക്കാരും ആ അവസരത്തിൽ ആദ്യം ഒന്ന് പകച്ചു നിന്നെങ്കിലും പിന്നീട് സപ്പോർട്ടീവായിട്ട് വന്നു. മുസ്ലിം ലീഗ് അടക്കം അവരുടെ ഹരിത പതാകയുമായി നമ്മുടെ നിരത്തിലേക്ക് ഇറങ്ങി, റോഡിലേക്ക് ഇറങ്ങി ശബരിമല വിശ്വാസത്തിനും സേവ് ശബരിമലയ്ക്ക് സപ്പോർട്ടൊക്കെ പ്രഖ്യാപിച്ചതാണ്. ഈ വിഷയത്തിൽ നമ്മൾ കാണേണ്ട കാര്യം എന്താ? ഇപ്പൊ NSS SNDP പോകാൻ തീരുമാനിച്ചു. വലിയൊരു ശതമാനം ഹൈന്ദവ സമൂഹങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. സംഗീത് കുമാർ സാറ് ആദ്യം കുറച്ച് കൂടുതൽ സപ്പോർട്ട് ചെയ്തു. കണ്ടീഷണൽ സപ്പോർട്ട് സുമാർ നായർ സാർ വെച്ചു. പക്ഷെ ഇതില് ഈ ഹിന്ദു പ്രസ്ഥാനങ്ങളിലെ, ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളെ, BJP-യെ, RSS-നെ, ഇവരെയൊക്കെ അകറ്റി നിർത്തുന്ന ഒരു സമീപനം എടുക്കരുത്. സോ കോൾഡ് ഇൻ കോട്ട്സ് വർഗീയവാദികളെ എന്താ വിളിക്കില്ലാതൊക്കെ പറയുന്നത്. നമ്മളൊരു താങ്കൾ അയ്യപ്പ സംഗമത്തിലേക്കായിരുന്നു വരുന്നത്. ഞാൻ ഈ നിലപാട് മാറ്റത്തെ കുറിച്ചാണ്. നിലപാട് മാറ്റുന്നു എന്ന് സംസ്ഥാന സർക്കാർ ഈ സന്ദേശം ഇപ്പോൾ നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? അത് നിയമപരമായും സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ? ഇപ്പോൾ സുപ്രീം കോടതിയിൽ അങ്ങനെ ഒരു നിലപാട് മാറ്റി നൽകാൻ ഇപ്പോൾ കഴിയുമോ? ആ കേസിന്റെ സ്റ്റാറ്റസ് കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. സത്യസന്ധമായി പറയാം. അല്ല, ഞാൻ സത്യസന്ധമായി സർക്കാരിന്റെ ഈ ഉദ്യമത്തെ സപ്പോർട്ട് ചെയ്യുകയും നല്ലതാണെന്ന് പറയുന്ന വ്യക്തിയാണ്. പക്ഷെ ഇനി സുപ്രീം കോടതിയിൽ നിലപാട് മാറ്റാനൊന്നും പറ്റില്ല. അത് പിന്നെ നമുക്കൊരു ഭംഗിക്ക് വേണ്ടി നിലപാട് മാറ്റാം, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലത്തിൽ നിലപാട് മാറ്റുന്നു എന്ന് പറയാം. അതിന് പ്രശ്നമൊന്നുമില്ല. എന്താണ് തടസ്സം? രാഹുൽ, എന്താണ് തടസ്സം? താങ്കൾ റിവ്യൂ ഹർജിയായിട്ട് പോയിട്ടുള്ള ആളാണല്ലോ അല്ലെ? അതെ, അതുകൊണ്ടാ പറയണേ. ശരിക്കും സത്യസന്ധമായിട്ട് പറയാം. അതായത് ശബരിമല ഈ വിഷയത്തിൽ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ അഫിഡവിറ്റ് ആംബിവാലന്റ് ആണ്. എന്ന് പറഞ്ഞാൽ 2 സൈഡും അവിടെ ഇവിടെയും തൊടാത്ത രീതിയിലാണ് നിലപാടെടുത്തിരിക്കുന്നത്. എന്നിട്ട് അന്ന് ശ്രീ പിണറായി വിജയൻ സഖാവ് ചെയ്തത്, നമ്മുടെ ദേവസ്വം ബോർഡിലെ പത്മകുമാർ സാറിനെ മറികടന്ന് അവിടെ വാസു സാറിനെ അയക്കുകയും അഫിഡവിറ്റിൽ പറയാത്ത കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ വാദിപ്പിക്കുകയൊക്കെ ചെയ്തതാണ്. അതായത് അന്ന് ശ്രീ സഖാവ് പിണറായി വിജയൻ അവർ വിചാരിച്ചത് ഈ വിഷയം ഇങ്ങനെ കുറെ വർഗീയവാദികൾ പ്രശ്നങ്ങൾ ഉണ്ടാകും, പക്ഷെ ആത്യന്തികമായി പുരോഗമനവാദം ജയിക്കും, അങ്ങനെ എന്റെ നിലപാടിന്റെ ശക്തി കാരണം ഇതെല്ലാം മാറ്റി തുടങ്ങിയ ധാരണകളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇന്ന് അദ്ദേഹത്തിന് അഭിപ്രായമൊക്കെ മാറിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മാറ്റുന്നു എന്ന് പറയുന്നതിനെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. ഇപ്പം BJP-ക്കോ കോൺഗ്രസിനോ CPM-നോ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയപരമായി വ്യത്യാസം പറ്റുന്നില്ല എന്ന് താങ്കൾ പറയുന്നു. സത്യവാങ്മൂലം മാറ്റാൻ പറ്റുന്നില്ലെന്നുള്ളതല്ല. ഇനി അത് മാറ്റുന്നതിന്റെ ആവശ്യം എന്താ? ഇനി അത് മാറ്റുന്നതിന്റെ അല്ല, അങ്ങനെ മാറ്റുന്നു എന്ന് പറയുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഇപ്പൊ സുപ്രീം കോടതി കേസൊന്നും ഇല്ലല്ലോ. എന്തായാലും സുപ്രീം കോടതി ഭരണഘടനാ പരിഗണനയിൽ റിവ്യൂ ഹർജികളും ഒപ്പം അതിനോടൊപ്പം തന്നെ റിവ്യൂ ഹർജികൾ, നിരവധി റിവ്യൂ ഹർജികളും അതോടൊപ്പം തന്നെ ഉപഹർജികളും ഒക്കെ ഉള്ളതല്ലേ? എല്ലാം ഒറ്റ ബെഞ്ചിന് മുൻപാകെ പോയിട്ടുണ്ടല്ലോ. ഞാൻ ഫാക്ച്വൽ പൊസിഷൻ പറയാം. 6 or 7 മതങ്ങളിലെ ആചാരങ്ങൾ ഒരുമിച്ച് ക്ലബ് ചെയ്ത് ഇതിലൊക്കെ ഇടപെടാൻ പറ്റുമോ ഇല്ലയോ എന്ന ചോദ്യാവലി തയ്യാറാക്കിയാണ് സുപ്രീം കോടതി നിൽക്കുന്നത്. സുപ്രീം കോടതിയുടെ വെളിയിൽ പോയി സംസാരിക്കുന്നവർക്ക് പോലും അറിയാം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. മഹത്തരമായ ബഹുജന പ്രക്ഷോഭം കണ്ട്, ഭക്തരുടെ പ്രക്ഷോഭം കണ്ട് സുപ്രീം കോടതി അടക്കം ഞങ്ങളുടെ വികാരങ്ങളെ ഉൾക്കൊണ്ട് അവരുടെ വിശാല മനസ്കത കാരണം അവർ നൽകിയ വിധി തിരിച്ചെടുക്കുകയാണ് ഉണ്ടായത്. നമ്മൾ ഇനി അല്ലാതെ ഞാൻ മാറ്റി പറയണു. ഇതാണ് അതിന്റെ സത്യം. ഇതിന്റെ അറിയേണ്ട ഒരു കാര്യം, നരിമാൻ എന്ന് പറയുന്ന ജഡ്ജി മറ്റൊരു കേസിൽ ചൂടാവുന്ന വരെയുണ്ട്. എന്തുകൊണ്ട് ഞങ്ങളുടെ വിധിന്യായം നിങ്ങൾ നടപ്പാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. സുപ്രീം കോടതിക്ക് തങ്ങളുടെ വിധിന്യായം തെറ്റിപ്പോയി എന്ന തിരിച്ചറിവ് ബാക്കി ആരെ കാട്ടിയുണ്ട്. പക്ഷെ നമ്മളത് അത്ര പച്ചയ്ക്ക് പറയണ്ട. രാഹുലെ, അതിലൊരു വിധി പറയാതിരിക്കില്ലല്ലോ. ഇപ്പോൾ 6 വർഷമായിട്ട് സുപ്രീം കോടതിയിലാണ്, പക്ഷെ ഒരു അന്തിമ വിധി ഉണ്ടാവുമല്ലോ.
ഞാൻ മഞ്ജുഷ ഒറ്റ വരിയില്ല. ഞാൻ ഒന്ന് സത്യം പറയാം, രണ്ട് കുറച്ചുകൂടെ ഭംഗിവൽക്കരിച്ച് പറയാം. സത്യം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ഇനി ഒരിക്കലും ശബരിമല കേസ് തൊടൂല. ഇനി ഭംഗിവൽക്കരിച്ച് പറയാം. സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കായി ഇനിയും ഒരു ഭരണഘടനാ ബെഞ്ചിന്റെ വലിയ ബെഞ്ച് വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കുകയും അപ്പോൾ ഈ പോരാട്ടം തുടരുകയും ചെയ്യാം. ഈ ഭംഗിവൽക്കരിച്ച് പറയണമെങ്കിൽ പറയാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ സത്യസന്ധമായ കാര്യം സുപ്രീം കോടതി അല്ല പഴയ കാര്യങ്ങൾ റെഫർ ചെയ്യുമ്പോൾ താങ്കൾക്കും അറിയാം, താങ്കൾ നേരിട്ട് ഇടപെട്ട ആളെന്ന രീതിയിൽ ഹർജികളിൽ തന്നെ നേരിട്ട് ഇടപെട്ടിട്ടുള്ള ആളെന്ന നിലയിൽ സുപ്രീം കോടതി ഒരു തവണ ചോദിച്ചിരുന്നു. അല്ലല്ല, ഒരു ഭരണ നിർവഹണത്തിന് പോലും ഒരു സമിതിയെ അതിന്റെ ഒരു ഡ്രാഫ്റ്റ് സംസ്ഥാന സർക്കാർ കൊടുത്തപ്പോൾ അതിൽ 3 വനിതകളെ ഉൾപ്പെടുത്തിയപ്പോൾ സുപ്രീം കോടതി ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. ഇനിയെങ്ങാനും സുപ്രീം കോടതിയിൽ നിന്നുള്ള വിധി യുവതീ പ്രവേശനത്തിന് എതിരാണെങ്കിൽ, അതായത് പഴയ വിധി ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ശബരിമല സന്നിധാനത്ത് പ്രവേശിക്കാം എന്ന വിധി ആയിരിക്കില്ല പുതിയ വിധിയിൽ വരുന്നത് എങ്കിൽ പിന്നെ സർക്കാർ കൊടുക്കുന്ന ഈ ഭരണനിർവഹണ സമിതി എന്ന ഡ്രാഫ്റ്റിന് എന്ത് പ്രസക്തി എന്ന് പോലും സുപ്രീം കോടതി ചോദിച്ചു. അതിൽ 3 വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഡ്രാഫ്റ്റിന് എന്ത് പ്രസക്തി എന്ന് പോലും ചോദിച്ചു. അഡ്വക്കേറ്റ് ജയദീപ് ഗുപ്ത അതിന് മറുപടി നൽകണമെന്നും വന്ന് കോടതി പറഞ്ഞതാണ്. അതിന്റെ ബാക്കി കാര്യങ്ങൾ എനിക്കറിയില്ല. അപ്പോൾ സുപ്രീം കോടതി അപ്പോൾ അത് പരിഗണിക്കുന്നുണ്ട് എന്ന് തന്നെയാണല്ലോ. അങ്ങനെ എടുത്തോളൂ. അപ്പൊ അങ്ങനെ അല്ല, പക്ഷെ അങ്ങനെ എടുത്തോളൂ, കുഴപ്പമില്ല. നമ്മൾ സുപ്രീം കോടതിയെ കുറിച്ച് പറയുമ്പോൾ ചില മാന്യതകൾ വെക്കണം, അതുകൊണ്ട് അങ്ങ് എടുത്തോളൂ, കുഴപ്പമില്ല. പക്ഷേ ഇത് സത്യസന്ധമായ കാര്യം പറയട്ടെ, CPM എന്ന് പറയുന്ന വലിയ ബഹുജന പ്രസ്ഥാനം നിലപാട് മാറ്റുന്നതിനെ നമ്മളെല്ലാം സ്വാഗതം ചെയ്യല്ലേ ചെയ്യേണ്ടത്. അങ്ങനെ ദേവസ്വം ബോർഡ് അവരുടെ നിലപാട് മാറ്റി എന്ന് പറയുമ്പോൾ വിശ്വാസികൾക്ക് സ്വാഗതം ചെയ്യാനല്ലേ പറ്റൂ. കക്ഷി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്ക് അതിനെ എതിർക്കാം, അവരുടെ കുറ്റം പറയാം. നാളെ ദേവസ്വം ബോർഡ് തങ്ങളുടെ സത്യവാങ്മൂലം തിരുത്തു എന്ന് പറഞ്ഞാൽ NSS-നോ SNDP-ക്കോ KPMS-നോ യോഗക്ഷേമ സഭയ്ക്കോ വേണ്ടെന്ന് പറയാൻ പറ്റൂ? ഒരു സാധാരണ വിശ്വാസിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? നല്ല കാര്യമാണ് സാർ. KPMS ആ വിഷയത്തിൽ നവോത്ഥാന സമിതിക്കൊപ്പമാണ്, സാമൂഹ്യ പരിഷ്കരണത്തിന് അനുകൂലമാണ്. അത് വെള്ളാപ്പള്ളി സാറും ആദ്യം ആയിരുന്നല്ലോ. പക്ഷെ പിന്നീട് രാത്രിയുടെ മറവിൽ യുവതികളെ കയറ്റിയപ്പോ പ്രീതി നടേശൻ മാഡം ഞങ്ങളെ പറ്റിച്ചു വഞ്ചിച്ചു എന്ന് വരെ പറഞ്ഞു. അതായത് രാത്രിയുടെ മറവിൽ ആരുമില്ലാത്ത സമയത്ത് കോട്ടയത്തെ ഒരു പ്രത്യേക പോലീസുകാരന്റെ സഹായത്തോടെ ബിന്ദുഅമ്മിണിയെയും കനകദുർഗയും ആണുങ്ങളാണെന്നും ഇവർ മറ്റേ ട്രാൻസ്ജെൻഡർ രീതിയിലാണ് വരുന്നതെന്നും പറഞ്ഞ് പറ്റിച്ച് കയറ്റിയപ്പോൾ ആൾക്കാർക്കെല്ലാം നൊന്ത് എന്താ അറിയാമോ? ആശയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാം, പക്ഷെ അപ്പോൾ അത് പഴയ കാര്യമാണ്. ഇനി ആരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമം വരുത്തണ്ട. പോസിറ്റീവായി സംസ്ഥാന ഗോവിന്ദൻ പറഞ്ഞ പോലെ കഴിഞ്ഞ അധ്യായമാണ്, അതിലേക്ക് പോകേണ്ടതില്ല. പക്ഷേ BJP പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ അധ്യായമല്ല എന്ന്. അപ്പോൾ BJPക്കും കോൺഗ്രസിനും നിലപാട് പറയാം, സാധാരണ ഭക്തർക്ക് അത് പറയാൻ പറ്റൂ. NSS എന്തുകൊണ്ടാണ് പറയാത്തത്? NSS പോലും ഗാർഡ് ചെയ്ത് പറയുന്നത്, അല്ലെങ്കിൽ SNDP പറയുന്നത് സർക്കാർ നിലപാട് മാറ്റുമ്പോൾ വേണ്ടെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ശ്രീ MS വേണുഗോപാൽ, അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അയ്യപ്പ